നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാരങ്ങയിൽ വൈറ്റമിൻ സിയും സിട്രിക് ആസിഡും ഉണ്ട്. ഇത് കിഡ്നി സ്റ്റോൺ വരാതിരിക്കാൻ സഹായിക്കും. കൂടാതെ ഈ നാരങ്ങ ചർമ്മ ആരോഗ്യത്തിനും ഡൈജഷനും നല്ലൊരു ഫ്രൂട്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഞാനിന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ചല്ല. ഈ നാരങ്ങയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഫ്ലവനോയിഡ്സ്. ഏകദേശം 6000-ലധികം ഫ്ലവനോയിഡ്സ് പല ഫലങ്ങളിലും സസ്യങ്ങളിലും ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ നാരങ്ങയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഫ്ലവനോയിഡാണ് ഇറോസിട്രിൻ എന്ന് പറയുന്ന ഫ്ലവനോയിഡ്. ഈ ഇറോസിട്രിൻ നമ്മുടെ ശരീരത്തിന് പല രീതിയിലായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് ലിവറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അധിക കൊഴുപ്പ് കുറയ്ക്കാനും, നല്ല കൊളസ്ട്രോളായ HDL വർദ്ധിപ്പിക്കാനും, ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കാനും, കൂടാതെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും സഹായിക്കും. ഇത് നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കും. കൂടാതെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ടും സഹായിക്കും. ഈ ഇറോസിട്രിൻ ഒരു ശക്തമായ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് സെൽ ഡാമേജ് ഒഴിവാക്കാനും പുതിയ സെൽ ഡെവലപ്പ് ചെയ്യാനായിട്ടും സഹായിക്കും. ഇത് നമ്മുടെ കാലിലോട്ടുള്ള, പ്രത്യേകിച്ച് ഉപ്പൂറ്റി, ആംഗിൾ, കൈകൾ തുടങ്ങിയ ഏരിയയിലോട്ട് ഉള്ള സൂക്ഷ്മമായിട്ടുള്ള രക്തക്കുഴലുകളുണ്ട്. അതിലോട്ടുള്ള രക്തഓട്ടം വർദ്ധിപ്പിക്കാനും, കൂടാതെ ഈ വേരിക്കോസ് വെയിൻ പോലുള്ള ഈ പ്രശ്നങ്ങൾ നേരിടുന്ന പേഷ്യൻസിന് രക്ത ഓട്ടം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. പ്രധാനപ്പെട്ടതായിട്ട് ഇത് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന അവസ്ഥ നേരിടുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അത് കുറയ്ക്കാനും ഇത് സഹായിക്കും. ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്നത് കാലിൻ്റെ രക്തക്കുഴലുകൾ ദുർബലമാകുകയും കേടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് രക്തം ശരിയായ രീതിയിൽ ഹൃദയത്തിലോട്ട് വരാതിരിക്കുകയും രക്തം കാലിൽ കട്ട പിടിച്ച് കിടക്കുകയും പിന്നെ ഒരു നീര് വരുന്ന ഒരവസ്ഥയാണ് ഈ ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് കുറയ്ക്കാനായിട്ടും ഈ ലെമൺ കൊണ്ട് സഹായിക്കും. ഈ ഇറോസിട്രിൻ രക്തം കട്ട പിടിക്കുന്ന ഒരവസ്ഥ തടയാനും, കൂടാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും സഹായിക്കും. ഈ ഡയബറ്റിക് കാർഡിയോമയോപ്പതി പോലുള്ള സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനുകളിലും ഈ ഫ്ലവനോയിഡുകൾ ഗുണകരമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള എസെൻഷ്യലായിട്ടുള്ള ചില ഓയിലുകളുണ്ട്. ഈ ഓയിലുകൾ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് ചില മൈക്രോബ്സിനെതിരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഒരു മുഴുവൻ നാരങ്ങ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിരാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹൈ ബ്ലഡ് ഷുഗർ ഉള്ള അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള രോഗികൾക്ക് പ്രത്യേകിച്ച് ഇത് വളരെ ഉപകാരപ്രദമാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.